വിദ്യാമ്മയെ കണ്ടില്ലോ എന്ന് ഞാനിപ്പോ മനസ്സുകൊണ്ട് ഓർത്തതേ ഉള്ളൂ. അങ്ങേ കണ്ടിട്ട് കുറച്ചു നാളായല്ലോ. ചില തിരക്കുകൾ. എന്താ വിദ്യാമ്മയുടെ മുഖത്ത് ഒരു ആശങ്കയും പരിഭ്രമവും ഒക്കെ? ഞാൻ നമ്മുടെ ദേവൂട്ടിയുടെ കാര്യത്തിൽ അല്പം ആശങ്കാകുലയാണ്. എന്തുപറ്റി? നാളെയാണ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അവളുടെ താലികെട്ട്, അതും എന്റെ കാർമ്മികത്വത്തിൽ. അതൊരു നല്ല കാര്യമല്ലേ, അതിലെന്താ ആശങ്കപ്പെടാനുള്ളത്? ദേവൂട്ടി നേരിട്ട് എന്നെയും കല്യാണം ക്ഷണിച്ചിരുന്നു. പക്ഷേ അന്ന് മുഹൂർത്തമോ തീയതിയോ ഒന്നും പറഞ്ഞിരുന്നില്ല. ഞാൻ ചടങ്ങിലേക്ക് ഇദ്ദേഹത്തെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അങ്ങ് അവിടെ ഉണ്ടാവണം. ഉറപ്പായി ഞാൻ വരും. ചടങ്ങുകൾ തീരും വരെ ഞാൻ അവിടെ ഉണ്ടാവുകയും ചെയ്യും. അല്ല, അതിനെ സംബന്ധിച്ച് ആശങ്കയുടെ കാര്യം എന്താണെന്ന് വിദ്യാമ്മ ഇതുവരെ പറഞ്ഞില്ലല്ലോ. നാളെ ആ ചടങ്ങ് നടക്കാതിരിക്കാൻ ചിലർ ശ്രമിക്കുന്ന കാര്യം അങ്ങേക്കും അറിയാമല്ലോ. ദേവൂട്ടി ഇപ്പൊ അവരുടെ നിയന്ത്രണത്തിലാണ്. അത് മാത്രമല്ല, അവളെ വിവാഹം കഴിക്കേണ്ട സന്ദീപ് ശത്രുക്കളുടെ തടവിലുമാണ്. ഒക്കെ ആലോചിക്കുമ്പോ എന്തെങ്കിലും വിഘ്നങ്ങൾ നേരിടുമോന്നൊരാശങ്ക. അങ്ങനെ പരിഭ്രമിക്കുക വേണ്ട. വിചാരിച്ച പോലെ ചടങ്ങുകൾ ഭംഗിയായി നടക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പോ ദേവൂട്ടിയും അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന സന്ദീപനെയും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ അതിന് നമുക്ക് ഒരുമിച്ച് നീങ്ങാം. എന്താ? അതെ, അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. എങ്കിൽ ഉറപ്പിച്ചോളൂ, ഞാൻ വിദ്യാമ്മയ്ക്കൊപ്പം തന്നെ ഉണ്ടാവും. അതെ, ചടങ്ങുകൾ ആരംഭിക്കാൻ സമയമായി. പെണ്ണിന്റെ അച്ഛനും സഹോദരനും എവിടെ? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പേ മുതിർന്നവരുടെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ചോളൂ. ദേവി, എന്റെ മോൾ അനുഗ്രഹിക്കണേ. ചെല്ല്, തറവാട്ടമ്മയുടെ കാല് തൊട്ട് വന്ദിക്കുമോളെ. എന്റെ മൂകാംബിക അമ്മേ, കൊടിയ ആപത്തിൽ നിന്ന് അവിടുത്തെ ഈ ഭക്തയെ രക്ഷിക്കണേ. എഴുന്നേക്ക്. എന്നാ നമുക്ക് മണ്ഡപത്തിലേക്ക് പോവാം. മോളെ, തറവാട്ടമ്മ വരുന്നില്ലേ? ഞാൻ വരാം, നിങ്ങൾ നടന്നോളൂ. പരമ്പൊരുളായ പരാശക്തി കൊടിയ വിപത്തിലേക്കാണ് ആ സാധു പെൺകുട്ടി നടന്നെടുക്കുന്നത്. ആസുരശക്തികളുടെ ദുഷ്കർമ്മങ്ങളാൽ അവളിൽ നിന്ന് അവിടുത്തെ ദിവ്യ ചൈതന്യം പോലും നഷ്ടപ്പെട്ടതായി അവളുടെ സ്പർശനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. അധമശക്തികളുടെ ബന്ധനത്തിൽ നിന്നും ആ സാധു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ അമ്മ മൂകാംബിക ദേവിക്ക് മാത്രമേ കഴിയൂ. അവളെ ഈ വിപത്തിൽ നിന്നും രക്ഷിച്ച് അവൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ അവളെ അനുഗ്രഹിക്കണേ.